ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് ചോറൊക്കെ ബാക്കി വന്നാൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. ഇത് ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ ചോറൊക്കെ ബാക്കിയായിട്ട് ഇങ്ങനെ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്ലേറ്റ് എപ്പോൾ കാലിയായി എന്ന് ചോദിച്ചാൽ മതി. എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടും. അപ്പോൾ ഇതെങ്ങനെയാണ് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഞാൻ 2 ഗ്ലാസ് ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഗ്ലാസ്സിന് അളന്നിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഗ്ലാസ് അളവ് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഒരു കപ്പിനോ ഒരു ചെറിയ പാത്രത്തിനൊക്കെ നിങ്ങൾക്ക് അളന്നിട്ട് എടുക്കാം. ഞാനിവിടെ മട്ടേരിൻ്റെ ചോറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് അരിയുടെ ചോറും ഇതിന് യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഒരു ഉള്ളി അരിഞ്ഞതാണ്. അപ്പോൾ ഞാൻ കുറച്ച് വലുതാക്കിയിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. നമുക്കിതൊന്ന് ചതച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. നല്ല എരിവ് വേണമെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് പച്ചമുളകൊക്കെ ചേർക്കുക കേട്ടോ. ഇത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്നങ്ങോട്ട് ചതച്ചെടുത്താൽ മതി. അപ്പോൾ കൂടുതലായിട്ട് അരച്ചെടുക്കണം എന്നുള്ളവരാണെങ്കിൽ കൂടുതലായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, കോളിഫ്ലവർ ഇതൊന്ന് ഉപ്പിട്ടിട്ടൊന്ന് വേവിച്ചിട്ടുള്ളതാണ്. ഇതും കൂടെ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്ത് വെജിറ്റബിൾസും നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളൊരു ചെറിയ കഷ്ണം തക്കാളി, അതുപോലെ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ അതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മല്ലിയിലയുടെ കൂടെ കറിവേപ്പില വേണമെങ്കിൽ നിങ്ങൾക്ക് അരിഞ്ഞിട്ട് ചേർക്കാം കേട്ടോ. ഇല്ലെങ്കിൽ ചതച്ചെടുത്താലും മതി. ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി, കൂടുതലായി പോകണ്ട. അതുപോലെ നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ കൈ വെച്ചിട്ടൊന്ന് കുഴച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ വെജിറ്റബിൾസൊക്കെ കൈ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ചിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഇത്രയും ചോറിങ്ങനെ കിടക്കണ്ട എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ അരച്ചെടുക്കുന്ന സമയത്ത് കുറച്ചും കൂടെ അങ്ങോട്ട് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്താൽ മതി കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. ഞാൻ കുറച്ച് ചോറായിട്ട് തന്നെ കിടക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് എടുത്താൽ മതി. അതൊക്കെ നിങ്ങൾ വീട്ടിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരുപാട് മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് വരുത്താൻ പറ്റും. അപ്പോൾ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ നോക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. ഞാൻ 1 ഗ്ലാസ് ചോറിന് 1 കോഴിമുട്ട എന്നുള്ള അളവിലാണ് പറയണത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മുട്ടയുടെ അളവ് വേണമെങ്കിൽ കൂട്ടി കൊടുക്കുക, കുഴപ്പമൊന്നുമില്ല. മുട്ടയുടെ അളവ് കുറക്കാൻ പറ്റില്ല കേട്ടോ. 2 മുട്ട തന്നെ എടുക്കുക ഈ ഒരു അളവിലേക്ക്. മുട്ടയുടെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടി കൊടുക്കുക. ഇനി മുട്ടയും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ല പോലെ ഇളക്കിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല സ്പൈസി ആയിട്ട് വേണമെന്നുള്ളവരാണെങ്കിൽ നന്നായിട്ട് മുളക് പൊടിയൊക്കെ ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ബീൻസ്, ഗ്രീൻ പീസ് ഇതൊക്കെ വേവിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങളൊക്കെ നിങ്ങൾ വരുത്തുക. ഇനി നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഒരു പാനിൽ ഒഴിച്ചിട്ട് ഓംലെറ്റ് പോലെ നമ്മൾ ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഒരു പണിയില്ല. അപ്പോൾ നിങ്ങൾക്കിത് ബട്ടറിലോ ഓയിലിലോ വെളിച്ചെണ്ണയിലോ ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഈ ഒരു മുട്ടയുടെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല പോലെ ഒന്ന് നിരത്തി കൊടുക്കുക കേട്ടോ. എല്ലാ ഭാഗവും ഒരേ ഒരു കനത്തിലായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ മുട്ട ഉള്ളത് കാരണം തന്നെ പെട്ടെന്ന് തന്നെ കരിയും കേട്ടോ. നമുക്കറിയാലോ ഓംലെറ്റൊക്കെ തീ കൂടി പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് ഒന്നും കിട്ടൂല. ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്കൊരു ചെറിയ തീയിലിട്ടിട്ട് ഒരു 5-6 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല. അപ്പോൾ ഒരു 6 മിനിറ്റിന് ശേഷം നമ്മൾ തുറന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചട്ടകം വെച്ചിട്ട് തിരിച്ചിടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോവും. അപ്പോൾ ഒരു പ്ലേറ്റ് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ആ പ്ലേറ്റിലേക്ക് ഒന്ന് കമഴ്ത്തിയിട്ടിട്ട് ഒന്ന് തിരിച്ചിട്ടിട്ട് മറ്റേ ഭാഗം കൂടെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഇതുപോലെ പ്ലേറ്റ് വെച്ചിട്ടൊന്ന് കമഴ്ത്തി കൊടുക്കുക. അപ്പോൾ അടിഭാഗം ഒന്നും കരിയാണ്ട് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗം വേവാനായിട്ട് ഒന്നുകൂടെ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ആ ഭാഗം കൂടെ ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. ഭയങ്കര ഈസിയാണ് കേട്ടോ. ഇത് ബ്രേക്ക്ഫാസ്റ്റിനോ ഉച്ചക്കത്തെ ചോറ് ബാക്കിയുണ്ടെങ്കിൽ വൈകുന്നേരത്തിനോ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ചോറ് കൊണ്ടുള്ള ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് മുറിച്ചിട്ട് സെർവ് ചെയ്യാം. സോസിൻ്റെ കൂടെ വേണമെങ്കിലൊക്കെ അങ്ങനെ കഴിക്കാം. വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നല്ല ചൂടുണ്ട് കേട്ടോ. ചൂടൊന്ന് ആറിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കണമെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോക്ക് വേണ്ടിയിട്ട് ചൂടോട് കൂടി തന്നെയാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഒന്നും പ്രത്യേകിച്ച് വേവാനൊന്നുമില്ല കേട്ടോ. വെജിറ്റബിൾസൊക്കെ നമ്മൾ ബോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മുട്ട മാത്രമേ വേവാനുള്ളായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.